ഇന്നും ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ നിങ്ങൾ സ്നാക്ക് കാണുന്നുണ്ടാക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇതിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിട്ടില്ല, എഗ്ഗൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണാം. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ZN വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോസാണ്, ഉരുളക്കിഴങ്ങ്. ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പൊട്ടാറ്റോസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 7 എണ്ണം എടുത്തത്. കുറച്ച് വലുതാണെങ്കിൽ ഒരു 4-5 എണ്ണം മതിയാകും. ഇനി ഇത് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഉപ്പൊന്നും ഇടാതെ കുറച്ച് വെള്ളത്തിൽ പ്രഷർ കുക്കറിൽ ഒരു 4 വിസിലിൽ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോക്ക് യൂസ് ചെയ്തിട്ടാണ് ഉടച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. അടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനോയാണ്. അതൊരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുകയാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചാറ്റ് മസാല യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസ് ലെവൽ കുറച്ചിട്ടുണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ്. അത് ഒരു ചെറിയ സവാള നല്ല ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിനി ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ യോജിപ്പിച്ച് ഒരു ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ഇതിന് ചെറിയൊരു ബോൾ എടുത്ത് നമ്മളൊരു ഫിംഗർ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റോൾ ചെയ്തെടുക്കുക. ഇത് കട്ടിയില്ലാതെ വേണം റോൾ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നല്ലപോലെ കുക്ക് ആവാത്തത് പോലെ തോന്നും. അപ്പോൾ ഇവിടെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. എഗ്ഗിന് പകരം കോട്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി മാഗി ക്യൂബാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്ത് നമ്മൾ വെള്ളത്തിൽ അലിയിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മാഗി ക്യൂബ് നമ്മൾ അലിയിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ ബോയിൽ ചെയ്ത് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. അതും ഇതിൽ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ ബ്രെഡ് ക്രംസിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ കോൺഫ്ലേക്സ് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് പ്ലെയിൻ കോൺഫ്ലേക്സ് ആണ്, സ്വീറ്റൻഡ് അല്ല. കോൺഫ്ലേക്സ് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്നെടുത്ത് മാഗി സൊല്യൂഷനിൽ ആദ്യം ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 1 അവർ ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 1 അവറിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
ഇതെല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫിംഗർ സ്നാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, അതേപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.